ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഇഞ്ചിയൊക്കെ ചതച്ചിട്ടൊരു ചായ. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? എനിക്ക് ചായ നിർബന്ധമാണ്. രാവിലെ എണീച്ചൊരു സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിച്ച് കഴിയുമ്പം ജോലിയൊക്കെ ചെയ്യാനൊരു നല്ല എനർജി കിട്ടും അല്ലേ? അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക്, അതായത് ഇന്ന് ഡേ 3 ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോറങ്ങ് വെളിയിൽ വെക്കും. എന്നും വെളിയിട്ട് തന്നെ ചോറ് വെക്കുന്ന കാര്യം ഗ്യാസും ലാഭിക്കാം. പിന്നെ മൺകലത്തിൽ ചോറ് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൺകലത്തിലെ ചോറാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിറവൊക്കെ അത്യാവശ്യം വിറവൊക്കെ ഉണ്ട്, ഗ്യാസും ലാഭിക്കാമല്ലോ. അടുക്കളയിലെ പാചകമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അടുത്ത ക്ലീനിങ് സെക്ഷനിലേക്ക് കയറി എൻ്റെ തുണികളെല്ലാം അടുക്കിയൊക്കെ വെക്കുകയാണ്. ഒരുപാട് സാരിയൊക്കെ ഉണ്ട്, കണ്ടോ. അപ്പം ഞാൻ ഈ വോയിസ് രണ്ടാമത് റെക്കോർഡ് ചെയ്ത കാര്യം മൈക്കില്ലാത്തത് കൊണ്ട് ദൂരെ വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ വോളിയം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഒരുപാട് ബ്ലൗസ് ഇരിക്കുന്നു. ഇപ്പോൾ എനിക്കൊന്നും ചേരത്തില്ല. കല്യാണം കഴിഞ്ഞ അന്ന് മുതലുള്ള ബ്ലൗസുകളാണ്. എല്ലാ സാരിയും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഡ്രസ്സുകളൊക്കെ നശിപ്പിച്ച് അഴുക്കാക്കി ഇടുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം. അതുകൊണ്ട് ഇത്രയും വർഷമായിട്ടും അന്ന് മുതലുള്ള സാരികളും അതിൻ്റെ ബ്ലൗസും ഇതെല്ലാം നല്ലപോലെ ഇരിപ്പുണ്ട്. ബ്ലൗസെല്ലാം ഞാൻ അതാ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം എനിക്കതൊന്നും കറക്റ്റ് ആവത്തില്ല. കല്യാണ സമയത്തൊക്കെ നല്ല കനം കുറഞ്ഞിരുന്നതല്ലേ. ഇപ്പം ഇതൊന്നും എനിക്ക് കറക്റ്റ് ആവത്തില്ല. പക്ഷെ എല്ലാം നല്ല പുതിയ പോലിരിക്കുന്ന ബ്ലൗസുകൾ, നല്ല മെലിഞ്ഞ് കനം കുറഞ്ഞിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലേ. അങ്ങനെ ഞാനെല്ലാം ഇത്രയും നാൾ സൂക്ഷിച്ച് വെച്ചിരുന്നു ഇതെല്ലാം. പക്ഷേ ഇനി വെച്ചിരുന്ന് അത് നശിപ്പിച്ച് കളയണ്ടല്ലോ. ആരെങ്കിലും ഉടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എല്ലാം എടുത്ത് മാറ്റിയൊക്കെ വെക്കുകയാണ്. സാരിയെല്ലാം മടക്കി വെക്കും. ഇടയ്ക്കൊക്കെ എടുത്ത് വെയിലത്തിട്ട് ഉണക്കി പിന്നെയും മടക്കി വെക്കും. സാരി അധികം ഉടുക്കാത്തത് കൊണ്ടാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഉടുത്ത് റെഡി ആവണമെന്ന്. സാരി ഉടുക്കാൻ അത്ര ശരിയല്ല. പക്ഷെ സാരി ഉടുത്താലും എനിക്ക് റെഡിയായി വരത്തില്ല. അതുകൊണ്ടാണ്. സാരിയുടെ സെക്ഷനിലെല്ലാം അടുക്കിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ പഴയ ചുരിദാറൊക്കെ എടുത്ത് മടക്കി വെക്കുമായിരുന്നു. ഇതും കുറേ പഴയ ചുരിദാറുകളുണ്ട്. ഇതൊക്കെ പണ്ട് കുറേ വർഷം മുന്നേ ഉള്ള ചുരിദാറുകളൊക്കെയാണ്. കുറേയൊക്കെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും ഇടുന്നവരുണ്ടെങ്കിൽ ഇടട്ട്. അങ്ങനെ എല്ലാം എടുത്ത് കൊല്ലത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും കൊടുക്കും. നമ്മളിടുന്ന പോലെ തന്നെയല്ല, ഒരുപാട് പഴയതല്ല, എന്നാലും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഊണ് കഴിക്കാനുള്ള സമയമായി. ഇനി ചോറ് കഴിക്കണം. ഓ മിട്ടു, അപ്പൊ ഇന്നത്തെ വിശേഷം, ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അല്ലേ ക്ലേ? ഇന്ന് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. എന്നത്തെയും പോലെ എണ്ണയ്ക്കുക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, ഇതൊക്കെ തന്നെ. ഗുഡ് നൈറ്റ് പറ മിട്ടു. ഗുഡ് നൈറ്റ് പറ. മിട്ടു ഫുഡൊക്കെ കഴിച്ച് രാത്രിയൊക്കെ കഴിഞ്ഞു. നമ്മളിങ്ങനെ ഇരിക്കുക. ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് TV ഒക്കെ കണ്ട് കിടക്കാം. നാളെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകണം. അതിനുള്ള ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് തേച്ചൊക്കെ വെക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നിനി പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, ബൈ.